യൂറോപ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രോബ 3 വിക്ഷേപണം നാളേക്ക് മാറ്റിയിരിക്കുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ നിന്നാണ് വിക്ഷേപണം നടക്കേണ്ടത്. നാളെ ഇതേ സമയത്ത് വിക്ഷേപണം ഉണ്ടാകുമെന്നാണ് അറിയുന്നത്. ശ്രീധരൻ. കെ ബി ശ്രീധരനാണ് വിവരങ്ങൾ നൽകാനുള്ളത്. ശ്രീധരൻ, എന്തുകൊണ്ടാണ് സാങ്കേതിക തടസ്സമാണോ, എന്താണ് ഈ മാറ്റത്തിന് കാരണം? അക്ഷയ ദിവിഷ, ഈ വിഷയത്തിൽ ISROയുടെ ട്വീറ്റ് വന്നിരിക്കുന്നത് അപ്രതീക്ഷിതമായിട്ടുണ്ടായിട്ടുള്ള സാങ്കേതിക തകരാർ, അത് പേടകത്തിനാണ് അല്ലെങ്കിൽ ഉപഗ്രഹത്തിനാണ് ഈ സാങ്കേതിക തകരാർ ഉണ്ടായിരിക്കുന്നതെന്നാണ് ISROയുടെ ട്വീറ്റിൽ നിന്ന് മനസ്സിലാകുന്നത്. PSLV 59 റോക്കറ്റ് ഉപയോഗിച്ചാണ് ഇതിൻ്റെ വിക്ഷേപണം നടത്തുന്നത്. ഏതായാലും റോക്കറ്റിന് ഇതുവരെ ഒരു പ്രശ്നവും തകരാറും കണ്ടെത്തിയിട്ടില്ല എന്നാണ് ISRO വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ ലോഞ്ച് പാഡിൽ നിന്ന് ഉപഗ്രഹം മാറ്റി ഉള്ള ഒരു നടപടികളിലേക്കൊന്നും പോണ്ടി വരില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ചെറിയ തകരാറുകൾ എന്തോ ആണ് എന്നാണ് പറയുന്നത്. ഇക്കാര്യത്തിൽ ഒരു വിശദമായിട്ടുള്ള മറുപടി ISROയുടെ ഭാഗത്തു നിന്ന് വൈകാതെ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 4/8 വിക്ഷേപണം നിശ്ചയിച്ചിരുന്നത്. ഏതാണ്ട് 3:30 വിക്ഷേപണം മാറ്റിവെക്കുകയാണ് എന്നറിയിച്ചുകൊണ്ട് ISROയുടെ അറിയിപ്പ് വരികയായിരുന്നു. നാളെ വൈകിട്ട് 4:12 വിക്ഷേപണം നടത്തുമെന്നുള്ളതാണ് നിലവിൽ പുതുക്കിയ അറിയിപ്പ് അനുസരിച്ച് മനസ്സിലാവുന്നത്. അതിനു മുൻപേ തന്നെ പരിഹരിക്കാവുന്ന തകരാർ മാത്രമേ ഉള്ളൂ എന്ന് വേണം ഈ അറിയിപ്പിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ. ഏതായാലും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ISROയുടെയും സംയുക്ത സംരംഭമാണ് പ്രോബ 3 എന്നുള്ളത്. സൂര്യനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു ദൗത്യമാണിത്. 2 ഉപഗ്രഹങ്ങൾ വഹിച്ചുകൊണ്ടാണ് PSLV റോക്കറ്റ് ബഹിരാകാശത്തേക്ക് കുതിക്കുക. ഈ 2 ഉപഗ്രഹങ്ങൾ സമാന്തരമായി പ്രവർത്തിച്ച് കൃത്രിമ സൂര്യഗ്രഹണം ഉണ്ടാക്കി സൂര്യൻ്റെ കൊറോണയെക്കുറിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഏതായാലും അതിലേക്ക് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ്, വിക്ഷേപണത്തിന് അവസാന ഘട്ടത്തിലേക്ക് എത്തുമ്പോഴാണ് ഇത്തരമൊരു തകരാർ കണ്ടെത്തിയിരിക്കുന്നത്. ഏതായാലും നാളെ വൈകിട്ട് വിക്ഷേപണം സാധാരണ രീതിയിൽ തന്നെ നടക്കും എന്നുള്ളൊരു അറിയിപ്പാണ് ISROയുടെ ഭാഗത്തുനിന്ന്. നാളെ ഇതേ നിമിഷം ഒരു വിജയവാർത്ത പങ്കുവയ്ക്കാൻ നമുക്ക് കഴിയുമെന്ന് പ്രതീക്ഷിക്കാം. ലോകത്തിന്റെ തന്നെ ലോഞ്ചിങ് പാഡായി നമ്മുടെ രാജ്യം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ മറ്റൊരു ഉദാഹരണമാണ്. സംരംഭം കൂടിയാണ്. യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെയും ISROയും ഒരുമിച്ചാണ് ഈ ഒരു ദൗത്യത്തിൽ പങ്കാളിയാണ്. നാളെ 4:12 എന്നുള്ള സമയമാണ് ഇപ്പോൾ ISRO അറിയിച്ചു.